വി പി ജെയിംസിലേക്ക് കടുവ പോയി വീണ്ടും നമ്മുടെ പുലി ഇറങ്ങുന്നു. വി പി വൺസ് മോർ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ലെങ്കിലും ഇസ്രായേലും അമേരിക്കയും കൂടി നേരത്തെ സന്ധിയിലായി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ഹമാസിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു താൽക്കാലിക വെടിനിർത്തലിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിന് പ്രധാന കാരണമായിട്ടുള്ളത് ഹമാസ് പറഞ്ഞത് ഇസ്രായേൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ ഒരു തരത്തിലുള്ള വെടിനിർത്തലിനും തയ്യാറല്ല എന്നാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഹമാസ് ആ വലിയ ആവശ്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. തൽക്കാലം വെടിനിർത്തൽ ഉണ്ടായാലും ഒരു തരത്തിൽ അതിന് സമ്മതിക്കാമെന്നുള്ള നിലയിലേക്ക് ഹമാസ് എത്തിയെന്നാണ് ഖത്തർ, ഈജിപ്ത്, അമേരിക്ക ഇവരുടെ പ്രമുഖർ ചേർന്ന് നടത്തിയ സന്ധി സംഭാഷണത്തിൽ മധ്യസ്ഥ ശ്രമത്തിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ അംഗീകാരം വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ ഒരു തവണ വെടിനിർത്തിയതാണ്. അന്ന് ഇസ്രായേലി ബന്ദികളായിട്ടുള്ള 105 പേരെ വിട്ടയച്ചിരുന്നു, പാലസ്തീനി തടവുകാരെയും വിട്ടയച്ചിരുന്നു. അതിനുശേഷം വീണ്ടും യുദ്ധം ആരംഭിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അത് ഇസ്രായേലിനകത്ത് നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഇത് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിലും ഇസ്രായേൽ ബോംബിംഗ് ഒന്നും കുറച്ചിട്ടില്ല. അവർ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 30 പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്തകളും വരുന്നു. ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ, മറുഭാഗത്ത് യുദ്ധം. അപ്പോൾ ഇത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 7-ാം തീയതിയാണ് ഇന്ന് 9 മാസം തികയുകയാണ് യുദ്ധത്തിന്. അപ്പോൾ 9 മാസം കൊണ്ട് 38,000-ൽ പരം മനുഷ്യർ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അപ്പുറത്ത് ഒക്ടോബർ 7-ന് 1200-ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ ബദലായിട്ടാണ് ഈ തരത്തിലുള്ള ആക്രമണം നടന്നത്. 9 മാസം. കുമാർ യൂട്യൂബിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 130-ഓളം മാധ്യമപ്രവർത്തകർ ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുന്നു, ശരിയാണോ ബി പി? 130 അല്ല, 158 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല 5 പേർ കൊല്ലപ്പെട്ടത് ഈ മണിക്കൂറുകളിലാണ്. മാധ്യമപ്രവർത്തകർ 158 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 5 മാധ്യമപ്രവർത്തകർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്നത് ആദ്യമാണ്. അത് ഇന്നത്തെ ഈ മണിക്കൂറുകളിലുള്ള ബോംബിങ്ങിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 130 അല്ല എന്നാണ് കൃത്യം കണക്ക്. 158ആണ്. ഇനി അറിയപ്പെടാത്ത കണക്കുകളുണ്ടോ എന്നറിയില്ല. സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ 158ആണ്. ബി പി ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിനെ അമ്പരപ്പിച്ച പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വരവോടെ എങ്ങനെയായിരിക്കും യുദ്ധത്തിൻ്റെ ഗതി മാറുക? ഇത് ഇറാനിലെ ഒരു അധികാര വടംവലി ഉണ്ടാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം അവിടെ ജലീലി എന്ന യാഥാസ്ഥിതികവാദിയാണ് ആയത്തുള്ള ഖാമിനി, അവിടുത്തെ പരമോന്നത നേതാവ്, പിന്തുണച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് പരിഷ്കരണവാദിയായ മിതവാദിയായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അധികാരത്തിലെത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനൊരു പല കാരണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, സദാചാര പോലീസിനെതിരെയാണ് ഞാൻ. സദാചാര പോലീസ് തലക്കടിച്ച് കൊലപ്പെടുത്തിയ മക്സ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ചൊല്ലി അവിടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിയിരുന്നു. 2 വർഷം ആ പ്രക്ഷോഭം നീണ്ടുനിന്നു. അവർ അടിച്ചൊതുക്കുകയായിരുന്നു. അതിനെതിരെ ഇറാനിലെ പൊതുസമൂഹം മുഴുവൻ തിരിഞ്ഞിരുന്നു. ലോക മനസാക്ഷി തന്നെ മരവിപ്പിച്ച സംഭവമായിരുന്നു. അപ്പോൾ ഇബ്രാഹിം റൈസി ആയിരുന്നു അന്ന് പ്രസിഡൻ്റായിരുന്ന. അദ്ദേഹം യാഥാസ്ഥികവാദിയാണ്, ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, ഒരുപാട് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ്. അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ പെസഷ്കിയാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 30 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 49% പേരെ വോട്ട് ചെയ്തുള്ളൂ. എന്തായാലും ഇത് അവിടുത്തെ സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാൻഡേറ്റ് വന്നിരിക്കുന്നു. പക്ഷേ ആയത്തുള്ള ഖൊമേനി ഈ പരിഷ്കരണവാദിയായ പെസഷ്കിയാനെ പിന്തുണയ്ക്കുന്നില്ല. അവർ തമ്മിൽ അധികാര വടംവലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അത് മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കൊക്കെ നൽകുന്നത് ഇറാനാണ്. ഇറാൻ അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാശ്ചാത്യ ശക്തികളുമായി ചർച്ച ചെയ്ത് ആണവ കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ, യുദ്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കും എന്നുള്ള തരത്തിൽ ഈ മസൂദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ പുതിയ തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കാൻ കാരണമാവുമെന്ന് എനിക്ക് കരുതുന്നു. ഇപ്പോൾ ജെയിംസ്, ഈ ഫ്രാൻസിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്നാണല്ലോ. പക്ഷേ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്ന രീതിയിൽ സർവേ ഫലങ്ങളും വരുന്നു. നമ്മൾ ഇവിടുത്തെ സർവേ പോലെ തന്നെയാണോ അവിടെയും? അല്ല ഇപ്പോൾ ബ്രിട്ടനിൽ ഓർക്കുന്നുണ്ടാവും, നമ്മൾ 2 ദിവസം മുമ്പ് മറ്റേ എക്സിറ്റ് പോളിൻ്റെ ഫലം
നേരത്തെ പറഞ്ഞിരുന്നു 7 മണിക്ക് തന്നെ, അപ്പോൾ കൗണ്ടിങ് തുടങ്ങിയുള്ളായിരുന്നു. 410 സീറ്റ് ലഭിക്കും എന്നാണ് പറഞ്ഞത് സ്റ്റാമറിൻ്റെ ലേബർ പാർട്ടിക്ക്. കൃത്യം 412 സീറ്റിലെത്തി. 2 സീറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. എന്തൊരു നല്ല കറക്റ്റായിട്ട്. അതുപോലെ തന്നെ 131 സീറ്റ് ലഭിക്കും കൺസർവേറ്റീവ് പാർട്ടിക്ക്, അവർക്ക് 121. ഏതാ ലിബറൽ പാർട്ടിക്ക് 61 സീറ്റ് ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ കാണിച്ചു, 71. ഈ തരത്തിൽ പറയുമ്പോൾ യൂറോപ്പിൽ നടക്കുന്ന പൊതുവെയുള്ള സർവേ ഫലങ്ങൾ കറക്റ്റായിട്ടാണ് വരുന്നത്. എന്ന് മാത്രമല്ല എസ് കെ, ഇവിടെ ഒരു വലിയ മാറ്റം 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിൽ അവിടുത്തെ മാക്രോൺ, ഫ്രാൻസിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായിരുന്നു. ഇടതുപക്ഷവും മാക്രോണും അതുപോലെ തന്നെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള മേരി ലീപ്പെൻ എന്ന വനിതയുടെ പാർട്ടിയും തമ്മിലായിരുന്നു മത്സരം. ആദ്യഘട്ടത്തിൽ മേരി ലീപ്പെൻ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം നടന്നു. മാക്രോൺ സെൻട്രിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ പ്രസിഡന്റ്. ഇമ്മാനുവൽ മാക്രോൺ ഇടതുപക്ഷവുമായി സഖ്യമുണ്ടാക്കി. 200 സീറ്റുകളിൽ പരസ്പരം അവർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു. ഇപ്പോൾ അവർക്കൊരു ചെറിയ എഡ്ജ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വലതുപക്ഷ സൈഡിലേക്ക് യൂറോപ്പിലെ പല രാജ്യങ്ങളും പോകുന്നു എന്നുള്ള ആരോപണങ്ങൾക്കിടയിൽ ഫ്രാൻസിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് സർവേ പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ മേരി ലീപ്പെൻ അവിടെ അവരുടെ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യത മങ്ങാൻ ഈ നീക്കം കാരണമായി സെൻട്രിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കൂടി ഒരുമിച്ചിരിക്കുന്നു. 2 കൂട്ടരും കൂടിയാൽ ഒരുപക്ഷെ അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൂക്ക് മന്ത്രിസഭയാണ് അല്ലെങ്കിൽ തൂക്ക് സഭയാണ് മുന്നോട്ട് വെക്കുന്നത് സർവേ ഫലങ്ങൾ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി ജെയിംസ് ഇനി നാളെ എത്തും. അതല്ല, അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഇൻ്റർനാഷണൽ വാർത്തകൾ ഉണ്ടായാൽ ഇടയ്ക്ക് ബുള്ളറ്റിനുകളിലും പി ജെയിംസ് ഉണ്ടാകും.